ഗണ്ണ ഊഹിച്ചു. ചൂടി ചുട്ടിയ പുട്ടിൻകുറ്റി ശീലച്ചുറ്റലിൽ അന്തം മുട്ടി വേടിയും വെച്ച് കുറ്റികൾ പൊടി പൊടിച്ച് പുട്ട് ചുട്ടിടുവാൻ മുളം കുറ്റിയുമില്ല ഇത്തരം ചുടുപാട് എത്തിര ചൊല്ലാം. വളരെ മനോഹര, നല്ല രസാ. നോക്കൂ, കുറ്റികൾ പൊടി പൊടിച്ചേർന്ന് പുട്ട് ചുട്ടിടുവാൻ മുളം കുറ്റിയുമില്ല ഇത്തരം ചുടുപാട് എത്തിര ചൊല്ലാൻ. എന്താ സംഭവിച്ചറിയോ? ഒരുപാട് വെടിയാണ് തീർന്നു പോയി. അതോടുകൂടി ഇതല്ലപ്പോ ആവശ്യം. വെടി അത് വിളവാണല്ലോ, അവരുടെ വിളവാണത് കംപ്ലീറ്റ്. ഇപ്പം പൂക്കോട്ടൂർ യുദ്ധം നടന്ന സമയത്ത്, ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ എന്ന സമരത്തിൽ പറയുന്നുണ്ട്, ഇവര് പട്ടാളക്കാർ ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ വെടിയുണ്ട കളയാൻ വേണ്ടിയിട്ട് മണ്ണിന്റെ തൂക്കിന്റെ മുകളിൽ ഒരു ഓട്ട കുത്തിയിട്ട് വൈക്കോല് നിറച്ചു. വൈക്കോല് വലിയ തൂക്കിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് കുടത്തിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് കുടം കമിഴ്ത്തി വെച്ചു. അപ്പോൾ ഇതിങ്ങനെ പുക വരും, വൈക്കോല് കത്തിര നനഞ്ഞ വൈക്കോല് എത്തോടെ പുക. ബ്രിട്ടീഷുകാരെ നോക്കുമ്പോൾ ബോംബാന്ന് വെടിയാണ് വെക്കും. വെടിവെച്ചതിലൂടെ എത്ര വെടിയാണ് വെക്കുന്ന അറിയോ? ഒരുപാട് ഷെല്ലുകൾ നശിക്കുകയാണ്. അതാണ്. അപ്പൊ ഈ മാപ്പിളമാർക്ക് കൊള്ളുന്ന വെടിയുണ്ടകൾ ഒരുപാട് തടുക്കാനുള്ള ഏറ്റവും വലിയ ഏർപ്പാടാണത് ഈ ആലി മുസ്ലിം. അങ്ങനെ ഇവർ ഈ വെടിയുണ്ട കുറേ തീർന്നു എന്ന് വന്ന ഘട്ടത്തിൽ, വെടിയുണ്ട കുറെ തീർന്നു എന്നുള്ള ഘട്ടത്തിലാണ് വാതിൽ തന്നിട്ട് കാരാട മൊയ്തീനും പാർട്ടി ഒറ്റ ചാടൽ. ആ ചാട്ടത്തിൽ ഇവർ അന്തം വിട്ടുപോയി. കാരണം നേരത്തെ ഒന്ന് ചാടി വെടിവെച്ച് പെട്ടിട്ട് അപ്പൊ ഒന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഒരു വെട്ടി. അന്ന് എത്രയോ ബ്രിട്ടീഷ് പട്ടാളത്തെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടാണ് ഈ മാപ്പിള മക്കൾ പിന്നെ കീഴടങ്ങിയത്. അതും ആലി മുസ്ലിയാർ ഇവരോട് ചാടാൻ നിർദ്ദേശം കൊടുത്ത എപ്പോഴാണെന്നറിയോ? പള്ളിക്ക് വെടിവെച്ചിട്ട് പള്ളി പീരങ്കി വെച്ച് തകർക്കുമെന്ന ഘട്ടം വന്നപ്പോൾ, പള്ളിക്ക് പീരങ്കി വെക്കുമെന്ന ഘട്ടം വന്നപ്പോൾ മാത്രമാണ് പുറത്തിറങ്ങിയത്. എന്നിട്ട് ആലി മുസ്ലിയാർ കീഴടങ്ങി. എങ്ങനെയാണ് 1922 ഫെബ്രുവരി 17 കോയമ്പത്തൂർ ജയിലിൽ വെച്ച് ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ മരണപ്പെടുന്നത്? ആ മരണത്തിന്റെ ചരിത്രം അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഞാനിത് ദീർഘിപ്പിച്ചാൽ എനിക്ക് തന്നെ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാൻ, ഇനിയും ഒരു സ്വാതന്ത്ര്യ സമര പ്രഭാഷണം നടത്താൻ മാത്രം നമ്മുടെ ചരിത്രമുണ്ട്. മാത്രമല്ല ഒരു സൗഹൃദത്തിന്റെ മനോഹരമായ ചിത്രമാണ് നമ്മളൊക്കെ അവിടെ കാണുന്നത്. ഈ 1921 ചിത്രങ്ങളൊക്കെ വെറുതെ വർഗീയവാക്കുകയാണല്ലോ, വെറുതെ വർഗീയമാക്കുകയാണ്. ഇതിലൊന്നും വർഗീയതയില്ല, യാതൊരു തരത്തിലുള്ള വർഗീയതയുമില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അന്നത്തെ പ്രതാപികളായ AR മേനോനും ആറായി കൃഷ്ണമേനോനും ഒക്കെ ഒരു പ്രകടനം നടത്താൻ വേണ്ടി അതിശക്തമായ ശ്രമം നടത്തിയപ്പോൾ ഒരിക്കലും അവർക്കത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ചില സമുദായക്കാർ അതിനെതിർത്തപ്പോൾ അവസാനം അവരെന്താ ചെയ്തത്? അവർ നേരെ മലപ്പുറത്ത് വന്നിട്ട് മേൽമുറിയിലെ ഖിലാഫത്ത് കമ്മിറ്റിക്കാരെ വിളിക്കുക ചെയ്തത്. മേൽമുറിയിൽ നിന്നും ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രവർത്തകർ 1921 ഫെബ്രുവരി 20 തൃശ്ശൂരിലേക്ക് പോയി. തിരൂർ വന്നിട്ട് ട്രെയിൻ കയറി അവിടെ പോയി. അവരെ ഒന്നിച്ച് സ്വീകരിച്ച് അവരെ കൊണ്ട് പ്രകടനം നടത്തിയ ചരിത്രം വളരെ വിശദമായി യോഗക്ഷേമം എന്ന് പറയുന്ന വാരികയിൽ, അത് സവർണരുടെ വാരിക, ആ വാരിക ലക്കം 18 വളരെ വിശദമായി പറയുന്നത് മോഴിക്കുന്നത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിലുണ്ട്, വായിച്ചാൽ കാണാം. അന്ന് ഈ മാപ്പിള പോരാളികൾ അവിടെ ചെന്നിട്ട് കൊക്കാലയിൽ നിന്നും ഒരു പ്രകടനം നടത്തി തൃശ്ശൂരിൽ. അതൊരു വമ്പം പ്രകടനമായിരുന്നതാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ ഞെട്ടിവിടിച്ച പ്രകടനം. മലബാറിലെ മാപ്പിളമാരെ കൊണ്ടിട്ടാണ് തൃശ്ശൂരിൽ പ്രകടനം നടത്തിയത്. അന്ന് അവരെ സ്വീകരിച്ചതാരൊക്കെയാ? തൃശ്ശൂരിലെ 2nd ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഗോവിന്ദൻ നായർ, ADM വൈദ്യനാഥ് അയ്യർ, AR മേനോൻ, മാറായി കൃഷ്ണമേനോൻ. ഇവർ വന്നിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയാക്കിയത്. കൃത്യം 3 അണ 450 പൈസക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് അവരങ്ങോട്ട് വിട്ടത് ചരിത്രത്തിൽ ശരിക്കും പറയുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയപ്പോൾ ടിക്കറ്റ് ഒന്ന് ചോദിച്ചു. അതിന് യോഗക്ഷേമം വാരികയിൽ പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഈ ട്രെയിനിലെ ഉദ്യോഗസ്ഥന്മാരെ നല്ലൊരു ശതമാനം ബ്രിട്ടീഷ് വിരുദ്ധരാ, ഒരു ടിക്കറ്റ് വേണ്ടാന്ന് അത്രേ, പോയി ഒന്നായിട്ടൊന്നായി. ആ രീതിയിലാണ് തിരുവന്ന് കൊണ്ടുപോയത്. ഈ സംഭവം തൃശ്ശൂരിൽ ഒരു പ്രകടനം നടത്താൻ മലബാറിൽ നിന്ന് മാപ്പിളമാർ പോയി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ചാച്ചുല്യമാനമായ അധ്യായമാണ് 1921 ദ ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന പൂക്കോട്ടൂർ യുദ്ധം. അത് പറഞ്ഞാൽ ഒരു മണിക്കൂർ അതിനെക്കുറിച്ച് പറയേണ്ടി വരും. നിങ്ങൾ പഠിച്ചു നോക്കണം. ആ സംഭവങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ശക്തമായ നീക്കമാണ് കാണുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞാമദാച്ചി ഒരു ഭീകരവാദിയായിട്ടാണ് പല ചരിത്രകാരന്മാരും അവതരിപ്പിച്ചത്. വാര്യംകുന്നന്റെ സ്വഭാവം എന്താ? മലപ്പുറത്ത് വാര്യംകുന്നൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളിയായി ഇന്നത്തെ കോട്ടക്കുന്നിൽ മരിച്ചു വീഴുമ്പോൾ, വെടിയേറ്റ് വീഴുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ വാര്യംകുന്നൻ, ചിലർ ചോദിച്ചു വാര്യംകുന്നനെ മയ്യത്തും കബറയുടെ കത്തിച്ചു എന്നാണ് ചില ബ്രിട്ടീഷ് രേഖയിൽ. കത്തിച്ചു, അയാൾ മയ്യത്ത് കത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിൽ ദ്രോഹം ചെയ്ത ആൾക്കാർ അത്ര വെറുപ്പായിരുന്നു ബ്രിട്ടീഷുകാരോട്. വീട്ടിൽ കുന്നൊരാൾ നിൽക്കുമ്പോൾ അയാളെ പിടിക്കാനാണ് കേണൽ ഹംഫ്രിയെ കൊണ്ടുവന്നത്. എന്നിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവസാനം സുബേദാർ കൃഷ്ണപ്പണിക്കരുടെ നേതൃത്വത്തിൽ പാളത്തൊപ്പി വെച്ചിട്ട് കർഷക വേഷം ധരിച്ച് മല കയറിയിട്ട് ചതിയിൽ കുടുക്കിയിരിക്കുക. വിശദീകരിക്കേണ്ട ചരിത്രമാണ്. അത് പറയുമ്പോൾ ആ ചരിത്രം ശരിക്കും തല മുതൽ പറയേണ്ടി വരും. ചുരുക്കത്തിൽ ഈ ചതിയിലും വഞ്ചനയിലും പെടുത്തിയിട്ടാണ് പലരെയും പിടിച്ചത്. ഈ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി മഞ്ചേരിയിൽ ഭൂപണയ ബാങ്ക് കൊള്ള ചെയ്യുന്നതിന് വേണ്ടി മാപ്പിള പോരാളികളും ഖിലാഫത്ത് വളണ്ടിയർമാരും വന്നപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹം അവിടെ ഓടിയെത്തിയിട്ട് എന്താ പറഞ്ഞത്? അനങ്ങാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഇവിടെ പണയം വെച്ച സാധനം പാവങ്ങളതാ, ഇത് കൊള്ള ചെയ്യാൻ പാടില്ല, ഇതിന്റെ നട്ടം സാധുക്കൾക്കാ. ആരാന്റെ ഹക്ക് കയ്യേറാൻ ആരെങ്കിലും കൈ നീട്ടിയാൽ അവന്റെ കൈ വാര്യംകുന്നൻ കൊത്തും. നിങ്ങൾക്ക് ആവേശമുണ്ടോ? എന്റെ കൂടെ വാ. നേരെ പോയി അദ്ദേഹം ആനക്കയത്ത് പോയി ചേക്കുട്ടി പോലീസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ പാദസേവകന്റെ തലണ് വെട്ടാൻ പറഞ്ഞു. വെട്ടി. നായിക്ക് ഹൈദ്രു എന്ന് പറയുന്ന ഒരു പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കൊടുത്തു. കുന്തത്തിൽ പിടിച്ചിട്ട് മഞ്ചേരിക്ക് നടക്കാൻ പറഞ്ഞു. വാര്യംകുന്നൻ മുമ്പിൽ നടന്നു. പോത്തുവണ്ടി അവിടെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറുന്ന വാര്യംകുന്നൻ പ്രസംഗം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത പ്രസംഗം ചരിത്രത്തിൽ വളരെ വലിയ രേഖയാണ്. നിങ്ങൾ വായിച്ചു നോക്കും. വളരെ വ്യക്തമായി മില്ലർ സാഹിബിന്റെ ദ മാപ്പിളാസ് ഓഫ് മലബാർ എന്ന പുസ്തകത്തിൽ മില്ലർ സാഹിബ് മനോഹരമായിട്ട് ആ പ്രസംഗം മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഡോണ്ട് കിൽ ഓർ ഫൈറ്റ് ഹിന്ദുസ്. ഹിന്ദുക്കളെ കൊല്ലുകയോ അവരോട് സമരം ചെയ്യുകയോ വേണ്ട. ഹിന്ദുക്കളോട് സമരം ചെയ്യുക, അവരെ കൊല്ലുക. ഡോണ്ട് കിൽ ഓർ ഫൈറ്റ് ഹിന്ദുസ്. അങ്ങനെ തന്നെ വാര്യംകുന്നൻ പറയണം.
വാര്യംകുന്നന്റെ മലയാള ഭാഷ മില്ലർ സാഹിബ് പരിഭാഷപ്പെടുത്തി പറയുന്നു, ഡോണ്ട് ജോയിൻ ദം ടു ഇസ്ലാം എഗെയിൻസ്റ്റ് ദെയർ വിഷസ്. അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി അവരെ ഇസ്ലാമിലേക്ക് ചേർക്കണ്ട. ഇഫ് വി ഹാം ഹിന്ദുസ്, നമ്മൾ ഹിന്ദുക്കളെ ദ്രോഹിച്ചാൽ ദേ വിൽ ജോയിൻ വിത്ത് ദ ഗവൺമെന്റ്, ആ ഒരു ഗവൺമെന്റിന്റെ കൂടെ പോകും. ദാറ്റ് വിൽ ബി ദ കോസ് ഓഫ് അവർ ഡിഫീറ്റ്, അത് നമ്മുടെ പരാജയത്തിന്റെ കാരണമാകും. ബുദ്ധിയുള്ള മനുഷ്യനല്ലേ വാര്യംകുന്നൻ? അദ്ദേഹം ചെയ്ത പ്രസംഗമാണത്. വി ഹാവ് നോ ഹേറ്റ് ടുവേഴ്സ് ഹിന്ദുസ്, നോ ഹേറ്റ്. നമുക്കൊരു വെറുപ്പില്ല ടുവേഴ്സ് ഹിന്ദുസ്, ഹിന്ദുക്കളോട് നമുക്ക് ഒരു വെറുപ്പില്ല. ബട്ട് വി വിൽ പണിഷ് ദോസ് ഹു ഹെൽപ്പ് ഓർ സപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ശിക്ഷിക്കും. ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റിനെ ആര് സഹായിച്ചാലും നമ്മൾ അവരെ ശിക്ഷിക്കും, അത് ഉറപ്പാണ്. എന്നിട്ട് അദ്ദേഹം അവസാനമായി പറഞ്ഞൊരു വാചകമുണ്ട്, വി ഹാവ് നോ ഡിസയർ. നമുക്കൊരു തീരുമാനമില്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. നമുക്കൊരു തീരുമാനമില്ല. എന്ത്? ടു മേക്ക് ദിസ് എ നാഷൻ ഓഫ് മുസ്ലിംസ്. ഇതൊരു മുസ്ലിം രാജ്യമാക്കാനൊന്നും നമുക്ക് ആഗ്രഹമില്ല കേട്ടോ. തുറന്നു പറയണ മനുഷ്യൻ, ശുദ്ധനായ മനുഷ്യൻ പറഞ്ഞു, വി ഹാവ് നോ ഡിസയർ. നമുക്കൊരു തീരുമാനമില്ല. എന്ത്? ടു മേക്ക് ദിസ് എ മുസ്ലിം നാഷൻ ഓഫ് മുസ്ലിംസ്. മുസ്ലിങ്ങളുടെ രാജ്യമാക്കാൻ ആഗ്രഹമില്ല. അങ്ങനെ പറഞ്ഞ് വാര്യംകുന്നനൊക്കെ വർഗീയവാദിയാക്കിയാൽ വല്ലാത്തൊരു സങ്കടമല്ലേ? ആ സങ്കടകരമായ ചരിത്രത്തിന്റെ തിരുത്തിയെടുത്ത് നിങ്ങളാ ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തോട് ഇത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. ഞാൻ തന്നെ ഹിന്ദു സഹോദരങ്ങളിരിക്കുന്ന സദസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പലരും ചരിത്രം വികലമാക്കുന്ന എത്ര ആൾക്കാരുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരു പരിപാടിയിൽ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയൊരു സംഭവമുണ്ട്. നമ്മളെ കുട്ടികളുടെ ചരിത്രബോധമില്ലായ്മ ഉണ്ട്. ഞാൻ ചരിത്രബോധമുണ്ട് എന്ന് അഭിനയിക്കല്ല, നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം എന്ന് പറയാണ്. ഞാൻ ചരിത്രത്തിൽ വളരെ വിവരം കുറഞ്ഞ ആളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നിങ്ങൾ ഓർക്കണം, കണ്ണൂർ ജില്ലയിലെ ഒരു വലിയ പരിപാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, നല്ല പ്രഭാഷകൻ, മനോഹരമായ പ്രസംഗം, ജനങ്ങളെ ശരിക്കും പിടിച്ചിരുത്തുന്ന പ്രസംഗം. അദ്ദേഹം പ്രസംഗിച്ച് ഇങ്ങനെ കയറിയിട്ട് പറഞ്ഞാൽ തന്നറിയോ? അദ്ദേഹം 2-3 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെന്താ? ഒന്ന്, ബാബരി മസ്ജിദ് പ്രശ്നം ഇഷ്യൂ അല്ലെങ്കിൽ എടുത്ത് ആ കാലഘട്ടത്തിലാണ്. ബാബറെ നിങ്ങൾ നോക്ക്. ബാബർ എന്ന് പറഞ്ഞാൽ ആരാ? ബാബർ എന്ന പേര് സത്യത്തിൽ നിങ്ങൾ ചിന്തിക്ക്. അയാൾ ഒരു ശരിക്കും നമ്മളെ ഹിന്ദു മുസ്ലിം ബന്ധം, അയാൾ മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നാണ് പറയുന്നത്, ആ മുസ്ലിമാണ് പ്രസംഗകൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മുടെ ബന്ധം വഷളാക്കിയ ഒരാളായിരുന്നു ബാബർ. അതുകൊണ്ടല്ലേ നിങ്ങളെ വാപ്പമാരും നിങ്ങളെ ഉപ്പാപ്പമാരും ആ പേര് സ്വീകരിക്കാതിരുന്നത്? ഏതെങ്കിലും ഒരു മുസ്ലിമിന് ബാബർ നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ബാബർ ഉണ്ടോ? അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ സാഹസം ഇങ്ങനെ സാഗൂതം വീക്ഷിക്കുക, ശരിയാണ്, ഒരു ബാബർ ഇല്ലല്ലോ, എന്താ നമ്മളെന്താ ബാബർ എന്ന് പേരിടാത്തത്? എന്നാൽ ചരിത്രബോധമുള്ളൊരു കുട്ടി എഴുന്നേറ്റ് പറയണ്ടേ? ഒരാൾക്ക് പറയാൻ കഴിയുന്നില്ല. മറുപടി പ്രസംഗം അല്ലെങ്കിൽ എൻ്റെ പ്രസംഗം നടത്താൻ കഴിയുമ്പോൾ ഇയാൾ പോയില്ലേ? ശരിക്കും ആരാ ബാബർ? ബാബർ ഒരു പേരല്ലോ, അതൊരു കുടുംബ പേരല്ലേ. ഒരാളെ കുടുംബ പേര് ദുനിയാവിൽ എല്ലാവരും ഉപയോഗിക്കുമോ? ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ബാദഷാണ്. ലഹീറുദ്ദീൻ അയാളെ പേര്, അയാളെ പേര് ബാബർ അല്ല, ലഹീറുദ്ദീൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ ചരിത്രബോധമുള്ള ഒരുത്തൻ എഴുന്നേറ്റാ പിന്നെ അയാൾ മിണ്ടുവോ? അത് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് ആളില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അയാൾ പറഞ്ഞു ടിപ്പു, സമാനനാണ് ടിപ്പു. എവിടെ ടിപ്പു എന്നുള്ള പേര് മലബാറിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഒരു ടിപ്പുവിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ടിപ്പു തനി വർഗീയവാദി ആയതുകൊണ്ട് ഒരുത്തനും പിന്നെ ആ പേര് ഉപയോഗിച്ചില്ല. മുസ്ലിങ്ങൾ നല്ലവരാ, കാരണം മുസ്ലിങ്ങൾ ഒരു വിഘടനവാദിയുടെ പേര് ഉപയോഗിക്കാൻ പോലും മടിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ നന്നായി, ഇയാൾ ഉഷാറായി. ഇത് കേട്ടിരിക്കുക നമ്മളെ കൗമ. ആരാ ടിപ്പു? ടിപ്പുവിന് വാപ്പ കൊടുത്ത പേരല്ല ടിപ്പു. ഒരാളെ ഓമന പേര് ദുനിയാവിൽ എല്ലാവരും ഉപയോഗിക്കോ? ടിപ്പു ഫത്ത്ഹലിയാണ്. ഫത്ത്ഹലിയാണ് പേര്, എല്ലാവരോടും ഫത്ത്ഹലി. എന്താ കുഴപ്പം? ടിപ്പുവിന്റെ വാപ്പ കൊടുത്ത ഹൈദരലി കൊടുത്ത പേര് ഫത്ത്ഹലി, ഹൈദരലിയുടെ മകൻ ഫത്ത്ഹലിയാണ് ടിപ്പു. ടിപ്പുവിന്റെ പേര് ഫത്ത്ഹലിയാണ്. നമ്മുടെ കുട്ടിയൊക്കെ അറിയില്ലല്ലോ, തീരെ അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞു. എഴുന്നേറ്റ് പറയണ്ടേ ടിപ്പു എന്ന പേരാളെ പേരല്ല, തുറന്ന് പറയാൻ കഴിയണ്ടേ? കഴിയുന്നില്ലല്ലോ. ആ ഒരു ചരിത്രബോധമില്ലായ്മയിലേക്ക് നിങ്ങളെ വെളിച്ചം വീശിയതാണ് ഞാൻ. ഓർക്കണം, ഈ ചരിത്രങ്ങൾ പഠിക്കണം. പഠിച്ചാൽ പോരാ, ശരിക്കും സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥതലത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകണം. 102 കോടിയിലധികം ജനങ്ങളുടെ നമ്മുടെ രാജ്യത്ത് 44% ദരിദ്രരാണ്. 44% ഈ രാജ്യത്ത് ദരിദ്ര. സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്നത് 4.5 കോടിയിലധികം ജനങ്ങൾ, നല്ല തൊഴിൽ നേടാൻ യോഗ്യരായ ബിരുദധാരികളായ ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ട്. അക്ഷരമറിയാത്ത 10 കോടി ജനങ്ങളുടെ നമ്മുടെ രാജ്യത്ത്, അക്ഷരമറിയാത്ത 10 കോടികൾ, എഴുതാനും വായിക്കാനും അറിയാത്ത 12 കോടി വേലക്കാർ, അതിലധികം വേശ്യകൾ. അതുപോലെ തന്നെ 70,000-ൽ പരം ഗ്രാമങ്ങളൊക്കെ വൈദ്യുതീകരിക്കപ്പെടാതെ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ ഇന്നും വളർച്ചയുടെ വക്കിലാണ്. ആ രാജ്യത്ത് വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കി, ഹിന്ദു മുസ്ലിം സംഘടനകൾ ഉണ്ടാക്കി, പരസ്പരം കൊന്നും തിന്നും ജീവിക്കേണ്ടവരല്ല നമ്മൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി യത്നിക്കേണ്ടവരാ. വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പരസ്പര സ്നേഹത്തിന്റെ ഒരു പാതയിലൂടെ ചരിത്രബോധത്തോടെ മുന്നോട്ട് പോകേണ്ടവരാ. അതിനായിരിക്കണം നമ്മുടെ ശ്രമം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ദീർഘിപ്പിക്കാൻ എനിക്കുള്ള പ്രയാസം. ഇനിയും 2 പരിപാടികളും നടത്താനുണ്ട് എന്നതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എന്നോട് ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് ഇതൊരു കോളേജും നമ്മൾക്കിതിൻ്റെ അവസരം ധാരാളം ഇനിയും ഉണ്ടാകും. എൻ്റെ സുഹൃത്തുക്കളുള്ളപ്പോൾ ഇനിയും വരാനും ഇങ്ങനെ കൂടാനും ചർച്ച ചെയ്യാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന ഹൃദയ നിർഭരമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഇനിയും നമുക്ക് പറയാൻ വാഗൺ ട്രാജഡി മുതൽ ഒരുപാട് മലബാർ സമരത്തിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ,
അതുപോലെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ കോൺറാഡ് വുഡും, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റീഫൻ ഫ്രെഡറിക് ഡയൽ, അതുപോലെ തന്നെ ഓഹിയോ സർവകലാശാലയിലെ റോബർട്ട് ഹാർഗേവ്, കനേഡിയൻ മിഷണറി റൊണാൾഡ് മില്ലർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് ഗവേഷണം നടത്തി ഒരുപാട് പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. മാപ്പിളമാരുടെ വീര്യം അറിയാൻ പറ്റും. അതോടൊപ്പം അവർ കാണിച്ച മനുഷ്യത്വവും കാണാൻ പറ്റും. സൗഹൃദം, അവരൊരിക്കലും ഭീകരവാദികളായിരുന്നില്ല. ആ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃക സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പടച്ചറബ് നമ്മെ സഹായിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.